ശ്രീ ഉല്ലാസ് ബാബു, ഇപ്പോൾ ഈ 3-4 വർഷം ഈ പദ്ധതിക്കെതിരെ നിരന്തര മുദ്രാവാക്യം ഉയർത്തി. പക്ഷേ ഒരാഴ്ച മുമ്പ് ആ പദ്ധതിയിൽ ഒരു യു-ടേൺ എടുത്തുകൊണ്ട് PM ശ്രീയിൽ ഒപ്പുവെക്കുന്ന സാഹചര്യം വരെ സർക്കാർ എത്തി. ഒപ്പം NEPക്ക് എന്താണ് കുഴപ്പമെന്ന് സംസ്ഥാനത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി ചോദിച്ചു. എനിക്കൊരു മാറ്റം വന്നു എന്ന് വിദ്യാഭ്യാസ മന്ത്രി തുറന്നു പറയുകയാണ്. പക്ഷേ ഈ ഒരാഴ്ചയ്ക്കുള്ളിൽ ആ പഴയ പൊസിഷനിലേക്ക് CPM മാറുകയാണ്, മുഖ്യമന്ത്രി മാറുകയാണ്, സർക്കാർ മാറുകയാണ്. എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? പ്രത്യേകിച്ച് അടിസ്ഥാനമൊന്നുമില്ല. കേന്ദ്ര സർക്കാരുമായിട്ട് ഇത് നടപ്പിലാക്കാമെന്ന് പറഞ്ഞത് ഞാനോ നീലിമയോ അല്ലെങ്കിൽ നമ്മുടെ പാനലിസ്റ്റായിട്ടുള്ള അരുൺ മോഹനോ ഒന്നുമല്ല. ഇത് വിദ്യാർത്ഥികളുടെ അവകാശത്തെ, വിദ്യാർത്ഥികൾക്ക് കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന അവകാശങ്ങൾക്ക് അവർക്ക് നല്ലത് വരുന്ന ഒരു ശൈലിയെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രിയുടെ നേതൃത്വത്തിൽ ആദ്യം നടപ്പിലാക്കാതിരിക്കും, പിന്നീട് നടപ്പിലാക്കാമെന്ന് പറഞ്ഞ് കേന്ദ്ര സംവിധാനത്തിന് കത്തെഴുതിയത് ഇവിടുത്തെ ആളുകൾ തന്നെയാണ്. ആ കത്തെഴുതിയാൽ വിഡ്ഢികളും പൊട്ടന്മാരൊന്നുമല്ലല്ലോ. ആ കൃത്യമായിട്ട് ആലോചിച്ച് തന്നെ ചെയ്തതാണ്. പിന്നെ CPI അതിനെ എതിർത്തു. CPI എതിർത്ത സമയത്ത് പിണറായി വിജയനും സംഘവും ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിൽ NEP 2020 അത് നടപ്പിലാക്കുന്നതിൽ ഭയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് PM ശ്രീ. അപ്പോൾ അതുകൊണ്ട് പൈലറ്റ് പ്രൊജക്റ്റ് എന്ന രീതിയിൽ PM ശ്രീയെ നടപ്പിലാക്കുന്നതിൽ ഞങ്ങൾ മരവിപ്പിക്കും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതി ഇവർ മരവിപ്പിക്കുന്നത്. എന്തപ്പോൾ അവർ പറയുന്നത്? ഇത് ജനങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ കേരളത്തിലെ പൊതുസമൂഹത്തിനെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ, അല്ലെങ്കിൽ അവരുടെ ചിന്താഗതിയെ തെറ്റായ വഴിയിലേക്ക് നയിക്കാൻ കാണിക്കുന്ന ഒരു രാഷ്ട്രീയ ഗിമ്മിക്ക് മാത്രമാണെന്ന്. അല്ലെങ്കിൽ CPI എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി വറപ്പിച്ച് കഴിഞ്ഞാൽ CPM വറയ്ക്കുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നോക്കൂ, ഇതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ഇതിനകത്തെ രാഷ്ട്രീയം എന്താണ് നീലിമ? ഇടതുപക്ഷ രാഷ്ട്രീയ സംഘടനയെ സംബന്ധിച്ചിടത്തോളം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പാണ് അവർക്ക് മുഖ്യ അജണ്ട. അവിടെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ നല്ല സൗകര്യം ഇല്ലെങ്കിൽ അവർക്ക് ഒരു വിഷയവുമില്ല. അവർക്ക് നല്ല ബാത്റൂം ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, നല്ല വിദ്യാഭ്യാസ സാഹചര്യം ഇല്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, നല്ല അധ്യാപക പരിശീലനം കിട്ടിയില്ലെങ്കിൽ അവർക്ക് പ്രശ്നമല്ല, അവരുടെ കൃത്യമായിട്ടുള്ള സ്കൂളിൻ്റെ സ്മാർട്ട് ക്ലാസ് ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല, ഡിജിറ്റൽ സംവിധാനം ഇല്ലെങ്കിൽ ഇവർക്ക് പ്രശ്നമല്ല. ആ സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം ഉച്ചാഹാരം കഞ്ഞി കൊടുത്തില്ലെങ്കിൽ പോലും ഒരു പ്രയാസവും പ്രശ്നവും ഇല്ലാത്ത ഒരാൾ. ശിവൻകുട്ടിയെ സംബന്ധിച്ചിടത്തോളം 50 പൈസയുടെ പേപ്പറിൽ എന്നും വൈകുന്നേരം 2 രൂപയുടെ പേനയിൽ ഇരുന്നിട്ട് 2 ബിരിയാണി കൊടുക്കൂ ഒരാഴ്ചയിൽ, മറ്റേ ആഴ്ചയിൽ 4 പഴം കൊടുക്കൂ, വേറെ ആഴ്ചയിൽ 2 ഗ്ലാസ് പാലും 4 മുട്ടയും കൊടുക്കൂ. ഇങ്ങനെ എഴുതി വിടുകയുള്ളൂ. അതൊന്നും നടക്കാൻ പോകുന്നില്ല. അത് നടക്കാറുമില്ല, നടക്കാൻ പോകുന്നുമില്ല. കാരണം അതിനകത്ത് ഒരു പൈസയില്ല. അപ്പോൾ ഇതൊന്നും കുട്ടികൾക്ക് വിദ്യാഭ്യാസ സാഹചര്യങ്ങളെ മാറ്റിക്കൊണ്ട് കേരളത്തിലെ വിദ്യാഭ്യാസ സംവിധാനത്തിൽ PM ശ്രീയിൽ ബന്ധപ്പെട്ട സ്കൂളുകൾ മാത്രമല്ല, എല്ലാ സ്കൂളുകളും റീസ്ട്രക്ചർ ചെയ്യേണ്ടി വരും. ഒരു അധ്യാപകൻ അരുൺ ഇവിടെ ഉണ്ടല്ലോ, അധ്യാപകൻ അറിയാമല്ലോ, 5+2 5+3+3+4 എന്ന് പറയപ്പെടുന്ന റീസ്ട്രക്ചർ സിസ്റ്റത്തിലേക്ക് സ്വാഭാവികമായിട്ട് വരേണ്ടി വരും. ഇത് ഇവരും അംഗീകരിക്കും. ഇവിടെ ഇപ്പം എന്താണ് ആവശ്യം? അതിൻ്റെ രാഷ്ട്രീയം എന്താണ്? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് CPM-ലും CPI-ലും ഒരു ചർച്ച ക്രിയേറ്റ് ചെയ്യണം. ആ ചർച്ച ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഒരു വലിയ ചർച്ചയും വലിയൊരു സംഭവമാക്കി മാറ്റി അതിന് CPI-യും CPM-ഉം കൂടി ഒരു തീരുമാനമെടുക്കുന്നു. ആ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ കാര്യങ്ങൾ ഇതാണ് ഞങ്ങളുടെ നയമെന്ന് പൊതുസമൂഹത്തിന് മുമ്പിൽ കാണിക്കാനുള്ള ശ്രമം. അതിൻ്റെ പുറകിൽ എന്താണ്? അതിൻ്റെ പുറകിൽ ശബരിമല പോലെയുള്ള അതേപോലെയുള്ള സ്വർണ്ണക്കൊള്ളയും അഴിമതിയും. അതൊന്നും നമ്മൾ പെട്ടെന്ന് മാറിയില്ല. മാധ്യമങ്ങളൊക്കെ PM ശ്രീയുടെ പുറകെയും അതുപോലെ CPI CPM തർക്കം ഇതിൻ്റെ പുറകിലൊക്കെ പോകില്ലേ? നീലം ഒരു കാര്യം മനസ്സിലാക്കണം. ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ അത് BJP-യുടെ നേതൃത്വത്തിലുള്ള സർക്കാരായിക്കോട്ടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരായിക്കോട്ടെ, അതിന് മുമ്പുള്ള വിവിധ കക്ഷികളുമായിട്ടുള്ള സർക്കാരുകളായിക്കോട്ടെ, ഏത് സർക്കാരുകളാണെങ്കിലും ഒരു സർക്കാരിനെ ലീഡ് ചെയ്യുന്ന സമയത്ത് ആ സർക്കാരിൻ്റെ നയങ്ങൾ തന്നെയാണ് വിദേശ നയമായി വരിക, അല്ലെങ്കിൽ സാമ്പത്തിക നയമായും വരിക, വിദ്യാഭ്യാസ നയമായും വരിക, തൊഴിൽ മേഖലയിൽ തൊഴിൽ നയമായിട്ട് വരിക, അല്ലെങ്കിൽ വിവിധ മേഖലകളിലെ സകലവിധ നയങ്ങളും അതാത് കേന്ദ്ര സർക്കാരുകളെ കൈകാര്യം ചെയ്യുന്ന അല്ലെങ്കിൽ ലീഡ് ചെയ്യുന്ന മുഖ്യധാര രാഷ്ട്രീയ സംഘടനകൾ കാലാകാലമായി പൊതുസമൂഹത്തിനോട് സംസാരിച്ചിരുന്നതും അവർ മുന്നോട്ട് വെച്ചിരുന്നതുമായിട്ടുള്ള ആശയാദർശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടുള്ള അവരുടെ ഒരു വിദ്യാഭ്യാസ നയമുണ്ട്, മറ്റേ വിദേശ നയമുണ്ട്, തൊഴിൽ നയമുണ്ട്. അങ്ങനെ അവരുടെ നയങ്ങൾ തന്നെയാണ് നടപ്പിലാക്കുക. സ്വാഭാവികമായിട്ട് ആ നയം കൃത്യമായിട്ട് പൊതുസമൂഹത്തിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ പൊതുസമൂഹത്തിനകത്ത് പ്രിൻ്റ് അടിച്ച് വിതരണം ചെയ്ത് സമൂഹത്തിനകത്ത് കൃത്യമായി കൊടുത്ത് കൃത്യമായി സംവദിച്ച് ജനങ്ങളോട് ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ ഇതാണ് നയമുണ്ടാവുക എന്നും ഭാരതത്തിന് ഇതാണ് ആവശ്യമെന്നും കൃത്യമായി പഠിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ആദ്യത്തെ 5 തവണയും പിന്നത്തെ 5 കൊല്ലവും വീണ്ടും 5 കൊല്ലം ഭരിക്കാനുള്ള മാൻഡേറ്റ് ആര് കൊടുത്തത്? ഇന്ത്യ മഹാരാജ്യത്ത് ജനങ്ങൾ BJP സർക്കാരിന് കൊടുത്തത്. ആ സർക്കാർ കൃത്യമായിട്ട് പഠിച്ച് ആ നയം കൃത്യമായി നടപ്പിലാക്കുന്ന സമയത്ത് സർക്കാർ എന്ത് ചെയ്തു? സർക്കാർ BJP-കാരുടെ മാത്രമല്ലല്ലോ, ഭാരതത്തിനകത്ത് BJP ഇഷ്ടമുള്ളവരെയും BJP
BJP ഇഷ്ടമില്ലാത്തവരും നിഷ്പക്ഷരുമായിട്ട് നിരവധി ആളുകളുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് എന്ത് വേണം? ഒരു വിദ്യാഭ്യാസ നയം ഉണ്ടാക്കുമ്പോൾ ഇവരുടെയൊക്കെ മക്കൾ പഠിക്കുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനൊരു രക്ഷിതാവായിട്ട് കൂടിയാണ് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഇവർ തീരുമാനമെടുക്കുമ്പോൾ എന്തെടുക്കണം? വിവിധ തരം വിദ്യാഭ്യാസ മേഖലകളിൽ കഴിവ് തെളിയിച്ച വിവിധ മേഖലകളെ പ്രതിനിധീകരിക്കുന്ന ആളുകളോട് ചോദിക്കണം, അതിനെ കൺസൾട്ട് ചെയ്യണം, ആ എക്സ്പെർട്ടുകളുടെ അറിവുകളെ മുഴുവൻ എടുക്കണം. അങ്ങനെ നിരവധി മേഖലകൾ ആയിരക്കണക്കിന് ആളുകളുടെ അറിവുകളും വിവരങ്ങളും അവരുടെ അഭിപ്രായങ്ങളും അവരുടെ എല്ലാ കാര്യങ്ങളും എടുത്ത് അതിനെ ഏകീകരിച്ചുകൊണ്ട് ഒരു നയം ഉണ്ടാക്കി ആ നയം കൃത്യമായി നടപ്പിലാക്കാൻ തീരുമാനിക്കുന്നു. ആ ജനങ്ങളുടെ മാൻഡേറ്റോടുകൂടി ജനങ്ങൾ കൃത്യമായി അധികാരത്തേറി ഞങ്ങളെ നിങ്ങൾ ഭരിക്കണമെന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങൾ വിധി എഴുതിയതിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരത്തിൽ വന്ന സർക്കാർ. അപ്പോൾ അതിനെ എതിർക്കുമ്പോൾ ഇടതുപക്ഷത്തിൻ്റെ നയം, ഞങ്ങളുടെ നയം അതല്ല, അങ്ങനെയാണ് ചോദിച്ചോട്ടെ. ആദ്യമായിട്ട് ഇടതുപക്ഷം ഇവിടെ പ്രതിപക്ഷമായിരുന്നല്ലേ ഭാരതത്തിനകത്ത്? ഇവർ ഇടതുപക്ഷം ഇപ്പോൾ എവിടെയാണ്? അപ്പോൾ CPI എന്താ ചെയ്യേണ്ടത്? CPI എന്ന് പറയപ്പെടുന്ന ഈ പേപ്പർ ബോട്ട് സംഘടന ആദ്യം ചെയ്യേണ്ടത് ജനങ്ങളുടെ അംഗീകാരം അവർ മേടിക്കണം. ഇന്ത്യ മഹാരാജ്യത്ത് അവർ ചിന്തിക്കുന്ന നയമാണ് പൊതുസമൂഹത്തിനകത്ത് വിദ്യാർത്ഥികളുടെ ഇടയിൽ നടപ്പിലാക്കണമെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം പൊതുസമൂഹത്തിന് മുമ്പിൽ ഇവരുടെ നയത്തെ അംഗീകരിക്കുന്ന ജനപിന്തുണയുണ്ടാക്കി അധികാരത്തിൽ കയറി അവരുടെ നയം നടപ്പിലാക്കാൻ ഇവർ തയ്യാറാകണം. അല്ലാതെ ഇവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ മഹാരാജ്യത്ത് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇപ്പോൾ പിണറായി വിജയനും ബിനോയ് വിശ്വവും കൂടി നടക്കുന്ന ഒരു തട്ടിപ്പ്. എന്താണ് ഇതിൻ്റെ തട്ടിപ്പ്? സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട്, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് ഇടതുപക്ഷ സർക്കാരിൻ്റെ തട്ടിപ്പ് പുറത്തു വരുന്നു. വിവിധ ക്ഷേത്രങ്ങൾ, അതുപോലെ വിവിധ അഴിമതികൾ പുറത്തു വരുന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തിരിക്കെ ഇത് ഇവർക്ക് തിരിച്ചടിയാകുമെന്ന് കണ്ട സമയത്ത് പിണറായി വിളിച്ചു, ബിനോയെ എന്നെ ഒന്ന് ചീത്ത പറയേ, 4 പിണക്കൊക്കെ ഉണ്ടാക്കണം. അങ്ങനെ ഇവരുടെ 4 ആൾക്കാർ ഈ 2024 മന്ത്രിസഭയിൽ ഉണ്ടായിരുന്നില്ലേ? ഇത് എഴുതി വിടുമ്പോൾ ഇവരുണ്ടായിരുന്നില്ലേ? ആയുഷ്മാൻ ഭാരത് പദ്ധതിയെ പോലെയുള്ള നിരവധി പദ്ധതികൾ ഇവിടെ നടപ്പിലാക്കുന്ന സമയത്ത് എവിടെയായിരുന്നു? ഇനി CPIയുടെ നയം ഒന്ന് പറയട്ടെ. 70 വയസ്സ് കഴിഞ്ഞ എൻ്റെയും നീലിമയുടെയും അരുണിൻ്റെയും പൊതുസമൂഹത്തിൻ്റെയും 70 വയസ്സ് കഴിഞ്ഞ അച്ഛന്മാർക്കും 70 വയസ്സ് കഴിഞ്ഞ അമ്മമാർക്കും ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുമായ 5 ലക്ഷം രൂപ കേന്ദ്ര സർക്കാർ കൊടുത്ത സമയത്ത് അത് അവരുടെ അവകാശം ാണെന്ന്, അത് വേടിക്കണ്ട എന്ന് തീരുമാനിക്കാൻ വീണ ജോർജ് ആരാ? LDF ആരാ? ഇടതുപക്ഷത്തിന് എന്ത് രീതിയിൽ അവർ പാവപ്പെട്ടവന്മാർക്ക് കിട്ടുകയാണെങ്കിൽ കിട്ടിക്കോട്ടെന്ന് ഇവർക്കെന്താ നഷ്ടം? ഇവർക്ക് വേണ്ടെങ്കിൽ ഇവരുടെ അച്ഛനമ്മയ്ക്ക് ഇവർ മേടിക്കേണ്ട. പൊതുസമൂഹത്തിന് കിട്ടുന്നതിനെ തടഞ്ഞു വെക്കാൻ MOU സൈൻ ചെയ്യുന്നതിൽ അതിലെന്ത് കാവ്യവൽക്കരണ? അപ്പോൾ ഇതിനകത്ത് കൃത്യമായിട്ട് BJP രാഷ്ട്രീയത്തിൻ്റെ അല്ലെങ്കിൽ കേന്ദ്ര സർക്കാരിൻ്റെ രാഷ്ട്രീയത്തെ ഇവിടെ കൊണ്ടുവന്നാൽ അത് അവർക്ക് ഉപകാരപ്രദമാകുമോ എന്നുള്ള ഇവരുടെ രാഷ്ട്രീയ ഭയമാണ്. ഒപ്പം ഇവരുടെ അഴിമതി മറച്ചു വെക്കാൻ ബിനോയിനെ വിളിച്ച് പിണറായി പറയാണ്, നമുക്കൊന്ന് പണങ്ങിക്കളയാം. ബിനോയ് പിണങ്ങുന്നു. 4 മന്ത്രിമാർ മാറിപ്പോകുന്നു. ചിഞ്ചു റാണി, രാജൻ, അനില്, പ്രസാദ്, ഒരു ഗുണവും പരഗുണവും ഇല്ലാത്ത 4 എണ്ണം ഈ കേരള മന്ത്രിസഭയിൽ അവരങ്ങനെ മാറി നിൽക്കുന്നു, പിണങ്ങുന്നു. പിണറായി വിജയൻ ബിനോയ് വിശ്വത്തെ നേരിട്ട് കാണുന്നു. ബിനോയ് വിശ്വം കലിയടങ്ങാതെ പിണങ്ങിക്കൊണ്ട് തന്നെ തുടരുന്നു. ഗോവിന്ദൻ മാഷ് കണ്ണൂരിൽ നിന്ന് അറിയുന്നു, തിരിച്ച് യാത്ര ചെയ്ത് തിരുവനന്തപുരത്തേക്ക് എത്തുന്നു പ്രശ്നം പരിഹരിക്കാൻ. അപ്പോൾ മാധ്യമങ്ങൾ പറയുന്നു ഗോവിന്ദൻ മാഷ് പരിപാടികൾ റദ്ദാക്കി തിരിച്ചു തിരുവനന്തപുരത്തേക്ക്. അങ്ങനെ തിരുവനന്തപുരത്തേക്ക് തിരിക്കുന്നു. ഇവിടെ ഒന്നും നടക്കുന്നില്ല. ക്യാബിനറ്റ് കൂടുന്നു, ഉപസമിതിയെ നിശ്ചയിക്കുന്നു. അങ്ങനെ ശിവൻകുട്ടി അതിൻ്റെ മുഖ്യ ഈ ശിവൻകുട്ടിനെ ഉപസമിതിയുടെ അധ്യക്ഷനായി വെക്കുന്നു. ആരാ ശിവൻകുട്ടി? NEPയിൽ എന്താ കുഴപ്പം? ഉത്തരം നമ്പർ 1. രണ്ടാമത്തെ ഉത്തരം എന്താണ്? അതിൽ കുഴപ്പമില്ല, അത് കേരളത്തിൽ നല്ലത് വരാനുള്ളതല്ലേ, ഞാൻ എൻ്റെ നിലപാട് മാറ്റി. അത് പറഞ്ഞ് ശിവൻകുട്ടി വീണ്ടും ആ ഉപസമിതിയുടെ അധ്യക്ഷനായിട്ട് എന്താ സംഭവിക്കാൻ പോകണം? ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഒരു പ്രയാസം ഉണ്ടാകാൻ പോകുന്നില്ല. ഇത് തന്നെ നടപ്പിലാവും. ഇത് വീണ്ടും അംഗീകരിക്കപ്പെടും. അപ്പോൾ CPIനെ ഞങ്ങൾ തടുത്തു, ഞങ്ങൾ ഒടുക്കി. ഇനി LDFുമായിട്ടൊരു ചർച്ചയുണ്ടാവും. അങ്ങനെ ഉപസമിതിയിൽ ഒരു രാജൻ മന്ത്രി വന്നുപെട്ടിട്ടുണ്ട്. അവസാനം എന്താകും? കേരളത്തിലെ വിദ്യാർത്ഥികളുടെയും സ്കൂളുകളെയും പ്രവർത്തനത്തിന് വേണ്ടി കേരളത്തിന് കിട്ടുന്ന സാമ്പത്തിക സഹായം വേണ്ട എന്ന് വെക്കുന്നതുകൊണ്ട് തന്നെ NEPയിൽ വേണ്ട അഭിപ്രായങ്ങൾ പറയുന്നതൊപ്പം തന്നെ ഈ കാര്യങ്ങൾ നടപ്പിലാക്കാനും തീരുമാനിച്ചിരിക്കുന്നു. വഴങ്ങി CPI, പിണക്കം മാറി CPI എന്ന് പറഞ്ഞ തലക്കെട്ടോടുകൂടി 4-5 ദിവസം കഴിഞ്ഞാൽ, ഒരു മാസം കഴിഞ്ഞ് തന്നെ തിരിച്ച് നടപ്പിലാക്കാൻ വരും. അപ്പോൾ ജനങ്ങളാരായി? വിഡ്ഢികളായി. ഈ ആശാ വർക്കർമാർക്ക് കാശ് കൂട്ടി കൊടുത്ത് ഈ പാവപ്പെട്ടവന്മാർ ഈ സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഇത്ര കാലം നിന്ന് ഈ പോലീസുകാർ തല്ലും കൊണ്ടാക്കി മഴയത്ത് നിർത്തി എന്തെല്ലാം കഴിഞ്ഞ ദിവസമാണ് അവരെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ വലിയ രീതിയിൽ അവരെ മർദ്ദിക്കുന്ന, ലാത്തി ചാർജ് ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടായത്. അപ്പോൾ ഈ നാടകമൊക്കെ എന്തിനായിരുന്നു എന്നാണ് അഡ്വക്കേറ്റ് ഉല്ലാസ് ബാബു ചോദിക്കുന്നത്. അരുൺ മോഹനിലേക്കാണ്. അരുൺ, ഈ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലടക്കം വളരെ ഭംഗിയായി ഒറ്റ കാര്യം തീരുമാനം
ഒരു സംശയവും വേണ്ട. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കും. അത് ഇടതുപക്ഷ സർക്കാർ തന്നെ നടപ്പിലാക്കും. അത് കുട്ടികളുടെ അവകാശമാണ്. കുട്ടികൾക്ക് കിട്ടേണ്ട ഏറ്റവും വലിയ നല്ല പഠനത്തിൻ്റെ ഭാഗമാണ്. NEP-യും കേരളം നടപ്പിലാക്കും. കേന്ദ്ര സർക്കാർ പദ്ധതികൾ കേരളം കൃത്യമായി നടപ്പിലാക്കുക തന്നെ ചെയ്യും. അതൊന്നും തിരിഞ്ഞോടി നടക്കാനുള്ള പ്രാപ്തിയൊന്നും കേരള സർക്കാരിനില്ല. 2 ചങ്കുണ്ടായി 3 ചങ്കുണ്ടായിട്ട് കാര്യമില്ല. കാര്യങ്ങൾ കൃത്യവും വെടുപ്പായിട്ട് നടപ്പിലാക്കാനായിട്ട് ഒരു സംസ്ഥാനത്തിനെ ഉത്പാദകക്ഷമതയുള്ള സംസ്ഥാനമാക്കി മാറ്റണമായിരുന്നു 9.5 കൊല്ലം കൊണ്ട്. അതിന് സാധിച്ചില്ലല്ലോ. സാമ്പത്തിക സൗകര്യം ഉണ്ടാക്കാൻ സാധിച്ചില്ലല്ലോ. അപ്പോൾ കൃത്യമായിട്ട് അതവിടെ നടപ്പിലാക്കാൻ സാധിക്കില്ല എന്നുണ്ടെങ്കിൽ ഇവർ ഇങ്ങനെ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ടായില്ല. എവിടെയാണ് AYF ശിവൻകുട്ടിക്ക് നേരെ മുദ്രാവാക്യം വിളിക്കട്ടെ? അങ്ങനെയാണെങ്കിൽ ഇവർ എതിർക്കോ? CPIയുടെ സംഘടന? ഇതൊക്കെ ഒരു തട്ടിപ്പാണ്. ഇത് ഇവരുടെ കള്ളത്തരങ്ങൾ മറച്ചു വെക്കാനുള്ള ഒരു ചക്കിയും ചങ്കരനും കളിയായി മാത്രം ഇതിനെ കണ്ടാൽ മതി. PM ശ്രീ പദ്ധതി നടപ്പാക്കും. NEP ഇവിടെ നടപ്പിലാവും. ഒരു സംശയമില്ല. നമുക്ക് ഇനി ഭാവിയിൽ ചർച്ച ചെയ്യാമല്ലോ. ഇത് തെരഞ്ഞെടുപ്പിന് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഒരു പ്രഖ്യാപനം. എന്താണ്? ഓഫർ കൊടുക്കൽ. ഓണം ബമ്പറൊക്കെ കൊടുക്കുന്ന പോലെ ഓഫർ കൊടുക്കലില്ല എന്ന് പിണറായി വിജയൻ ചെയ്തത്. ജനങ്ങളെ ഇത്രമേൽ വഞ്ചിതരാക്കുകയും ഇത്രമേൽ ഞങ്ങൾ പറയുന്നത് കേട്ട് 10 ഉറുപ്പ്യ ഇട്ട് തന്നാൽ അതുമ കടിച്ച് ഞങ്ങളെ തന്നെ വോട്ട് ചെയ്തോളണം എന്ന് പറയപ്പെടുന്ന തമ്പ്രാൻ സംസ്കാരമല്ലേ പിണറായി വിജയൻ എന്ന് കാണിക്കുന്നത്? ആ സംസ്കാരത്തെ ജനങ്ങൾ പരിപൂർണമായി എതിർത്തുകൊണ്ട് കൃത്യമായി ജനങ്ങൾ ഇതിന് മറുപടി പറയുന്നതിലും ഭാവി കേരളത്തിൽ നമുക്കത് കാണാം. ഓക്കെ, അപ്പോൾ ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വരെയെങ്കിലും ഈ നാടകം ഇതുപോലെ തന്നെ തുടരും. PM ശ്രീയോട് അങ്ങനെ അകൽച്ച പാലിക്കുന്നു. PM ശ്രീ തൽക്കാലം സംസ്ഥാനത്ത് നടപ്പാക്കാൻ പോകുന്നില്ല എന്ന ഒരു രാഷ്ട്രീയ സന്ദേശം ചില ഛിദ്രശക്തികൾക്ക്, ചില രാഷ്ട്രീയ താല്പര്യം മുൻനിർത്തിയുള്ള ചില സംഘടനകളിലേക്ക് എത്തിക്കുക മാത്രമാണ് ഇതിൻ്റെ ലക്ഷ്യം എന്നാണ് ഇപ്പോൾ അഡ്വക്കേറ്റ് TS ഉല്ലാസ് ബാബു പറഞ്ഞു വെച്ചതിൻ്റെ സാരാംശം.